വളരെ വിഷമത്തോടു കൂടിയാണ് ആ ഓർഡർ കണ്ടത്. 3-4 ഓർഡറുകൾ ഇറങ്ങിയതായിട്ട് കാണാൻ സാധിച്ചു. രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്നും ഒക്കെ പലതരത്തിലുള്ള ഓർഡറുകൾ പുറപ്പെടുവിച്ചതായിട്ട് കണ്ടു. അപ്പോൾ ഒരു കാര്യം, ഞാനത് വളരെ വിഷമത്തോടു കൂടിയാണ് അത് കണ്ടത്. കാരണം 10-30 വർഷമായി ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും എൻ്റെ സമയവും ജീവിതവും പണവും എല്ലാം നഷ്ടപ്പെടുത്തി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവർത്തകയെ ഞാൻ തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമെന്നും അത് കണ്ട് സന്തോഷിക്കാമെന്നും അല്ലെങ്കിൽ എന്നെ പുറന്തള്ളാമെന്നും ഒക്കെ കരുതി ആരും അതേ നല്ലതായി കാണണമെന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ വിളിച്ച് ഞാൻ ഈ സംഭവങ്ങൾ, ആലപ്പുഴയിലെ വേണ്ടാത്ത സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയം തൊട്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനും സംസ്ഥാന പ്രസിഡന്റിനും നാഷണൽ പ്രസിഡന്റിനും നരേന്ദ്രമോദിക്ക് വരെ ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു പരാതിയും കൊടുത്തിട്ടില്ലെന്ന് ഇന്നലെ ജയചന്ദ്രൻ മാഷ് ഒരു ചാനലിൽ പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിവില്ലാതെ പറയുന്നതാണ്. ഞാൻ ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വിശദമായ പരാതികൾ മുകളിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു ഫോൺ കോൾ വന്നപ്പോൾ ഞാനത് ഒതുക്കി മിണ്ടാതെ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് വല്ലതും സംഭവിച്ചു പോയാൽ ഇത് ജനങ്ങൾ അറിയണമെന്ന് എനിക്ക് ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാനിത് പത്രത്തിനും ചാനലിനും ഒക്കെ കൊടുക്കാൻ തയ്യാറായത്. കാരണം ഞാനൊരു പരാതിയായിട്ട് ഇത് സംസ്ഥാന നേതാക്കന്മാരെ എല്ലാം വിളിച്ച് ശോഭ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഞാൻ കൊടുത്ത പരാതിക്ക് മേൽ ഇവർ എന്തെങ്കിലും നടപടിയോ അന്വേഷണമോ ചെയ്തേനെ. ഇതുപോലുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും ശോഭ എന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ അത് ലോകം അറിഞ്ഞില്ലെങ്കിൽ നാളെ ഇവിടെ പോലുള്ള സംഭവങ്ങൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസൻ മരിച്ച സംഭവം. രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഇതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സർവ്വസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയും അദ്ദേഹം കരഞ്ഞ് വിഷമിച്ച് എന്നോട് ചേച്ചി ഇത് കണ്ടോ ഈ പ്രസ്ഥാനം കാണിക്കുന്നത് എന്ന് സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സംസ്ഥാനത്ത് പോയി ഒരു മോർച്ചയുടെ ഒരു നേതാവായി വരികയും അതിന് തലേ ദിവസം തന്നെ പല സംഭവങ്ങളുണ്ടായിട്ട് നേതാക്കന്മാരെല്ലാം പോയി ഒളിവിൽ താമസിക്കുകയും ഇദ്ദേഹത്തെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അതിൽ ചെന്നെത്താൻ നിങ്ങൾക്കൊക്കെ കഴിയും. ഇത് എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമായി ഇത് മാറരുത്. ഒരുപാട് പേര് ത്യാഗം ചെയ്ത് ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടവരെല്ലാം ഇന്ന് അവഗണന നേരിട്ട് അവരെല്ലാം വളരെ വിഷമത്തോടു കൂടി കഴിയുകയാണെന്ന് ഇന്നലത്തെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ധാരാളം പേർ ഈ പ്രസ്ഥാനം ശാപം കിട്ടിയതാണെന്നും ഇതിങ്ങനെ തുടർന്നു പോയാൽ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ 100 വർഷം പിടിച്ചു നിന്നെങ്കിലും ഇത് 45 വർഷം ആയി. ഇതിന് അധികം കാലം ഇത് മുന്നോട്ട് പോകത്തില്ല. അത്രയധികം മൂല്യച്യുതി ഈ പ്രസ്ഥാനത്തിന് നേടിയിരിക്കുന്നു. സത്യമായിട്ടും ശോഭ എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്തുകൊണ്ട് അന്വേഷിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ ചോദ്യം. ഒരു വനിതാ സംസ്ഥാന നേതാവ് ഒരു ജില്ലയിലുള്ള എന്നെ പോലുള്ള ഒരു പ്രായമായ സ്ത്രീയോട് പറയാൻ പറ്റുന്ന ഭാഷയിലാണോ ഇവർ ഈ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സോമനെക്കുറിച്ച് വളരെ അശ്ലീലവും അപമാനകരവുമായ പ്രഖ്യാപനങ്ങളും ആരോപണങ്ങളും ഈ ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് സംസ്ഥാന നേതൃത്വത്തിന് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ എങ്ങനെ കഴിയുന്നു? ഒരുപക്ഷെ ശോഭയെ ഭയമായതുകൊണ്ടായിരിക്കും, നമ്മളോട് ആ ഭയമില്ലാത്തത് കൊണ്ടായിരിക്കും. എന്തായാലും ഇതിൽ നിന്ന് ഈ ശോഭയെ എന്തിനു ഭയക്കണം? ശോഭയ്ക്ക് പല തീവ്രവാദ ബന്ധങ്ങളുമുണ്ട്. നമുക്ക് മാതൃഭൂമി ന്യൂസിൽ കഴിഞ്ഞ ക്രിസ്തുമസ് ദിനത്തിൽ ശോഭാ സുരേന്ദ്രന് ഒരു ആശംസ സ്വന്തം പേരിൽ പാർട്ടിയുടെ നിർദ്ദേശമല്ലാതെ ശോഭ ഒരു ആശംസ ഇടുകയും അതിന് വന്ന പണം മാതൃഭൂമിയിലേക്ക് എങ്ങനെ വന്നു എന്നും അന്വേഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ് ശോഭയുടെ ഞാൻ ഈ പറഞ്ഞ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് അന്വേഷിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഉറ്റ തോഴനായിട്ട് നിരാഹാരം ഇരിക്കുന്ന സമയത്ത് ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ പത്രക്കാരെ അന്വേഷിക്കുന്നത് അതേക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ആരോപണങ്ങളൊക്കെ ഞാൻ എന്തിനുന്നയിക്കുന്നു? ഇപ്പോഴെന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടല്ലേ എന്നൊന്നും ചോദിക്കേണ്ട. ഞാനിതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റിൻ എന്താണ് സംഭവിച്ചതെന്നും ജസ്റ്റിൻ്റെ ദുരൂഹമായ മരണ
അഭിമാനത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യമാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ അഭിമാനത്തെക്കുറിച്ചും സ്ത്രീ പീഡനത്തെക്കുറിച്ചും ഞാൻ എല്ലാവരുടെ അമ്മയാണെന്നും പറഞ്ഞ് നടക്കുന്ന ഈ ശോഭാ സുരേന്ദ്രൻ ഈ ആലപ്പുഴ ജില്ലയിൽ ഒരു പ്രവർത്തക തനിക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ച് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിന് പരാതി എഴുതി കൊടുക്കുകയും അതന്വേഷിച്ച ജില്ലാ പ്രസിഡന്റും ശോഭയുടെ കൂട്ടുകാരനുമായ പൂന്തുറ ശ്രീകുമാറും കൂടി ചേർന്ന് ആ കുട്ടിയോട് നിന്നെ ഈ പാർട്ടിയിൽ വെച്ചേക്കത്തില്ല എന്ന് പറയുകയും ആ അന്വേഷണ വേളയിൽ അവിടെ ഇരുന്ന് അതിനെ കളിയാക്കുകയും ചെയ്ത സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ശോഭയോട് പറഞ്ഞിട്ടുള്ളതാണ്. ശോഭയ്ക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വേണ്ടതൊക്കെ മൂടി വയ്ക്കാനും ശോഭ പറയുന്നതെല്ലാം കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. പാലക്കാട് വെച്ച് ശോഭ ശോഭാ സുരേന്ദ്രൻ ആ കാറിലിരുന്ന് പണം കൊടുത്ത ആ സ്ത്രീയെക്കുറിച്ച് ആദ്യം പറഞ്ഞത് അവരുടെ അമ്മൂമ്മയാണ്, ഞാൻ ഇവള് കൊച്ചുമോളാണ്, ഈ കൊച്ചുമോള് പൈസ കൊണ്ട് കൊടുത്തതാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു ഈ പയ്യൻ, ഈ 18 വയസ്സായ ഈ കൊച്ചു പയ്യൻ എന്നെ 3 പ്രാവശ്യം സെക്ഷലി ഹറാസ് ചെയ്യുന്ന ആക്ഷൻ കാണിച്ചുവെന്ന്. ഇതെല്ലാം വെറും കള്ളത്തരമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അതുപോലെ തന്നെ ശോഭയ്ക്ക് ഈ ആലപ്പുഴ ജില്ലയിൽ ഇലക്ഷന് നിന്നതാണ് ശോഭ ഇവിടെ എന്തൊക്കെ പണസംബന്ധമായ തിരിമറികൾ നടത്തുകയും അതുപോലെ തന്നെ ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അതേക്കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെ, ഇത് സ്ഥിരം സ്വഭാവമായതുകൊണ്ടാണല്ലോ ഈ പാലക്കാട്ട് ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ വന്ന് ജയിക്കുമെന്ന് തന്നെ ഞങ്ങളൊക്കെ കരുതി വളരെ സന്തോഷത്തോടു കൂടി നമുക്കൊരു MLA പാർട്ടിയിൽ നിന്നുണ്ടായി വരും എന്ന സമയത്ത് നമ്മൾ അതേക്കുറിച്ച് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണല്ലോ ഈ കര കൊണ്ടുവന്ന് കൊടമുടയ്ക്കുന്ന പരിപാടി ശോഭ കാണിച്ചത്. ശോഭ പണം കൊടുത്തു എന്നുള്ള കാര്യം പാലക്കാട് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന, അല്ലെങ്കിൽ പിന്നെ അമ്മൂമ്മയാണെന്ന് പറയും. ആരോപണം ഉന്നയിക്കുമ്പോൾ വ്യക്തമായ തെളിവുകൾ തരാൻ നിങ്ങൾ ആവശ്യപ്പെടുമെങ്കിലും ശോഭ ആലപ്പുഴയിലും ഈ സ്വഭാവക്കാരി തന്നെയായിരുന്നു എന്ന് പല രീതിയിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് അന്വേഷിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അതും ഒരാവശ്യം തന്നെയാണ്. ശോഭയുടെ ഭീഷണിയെക്കുറിച്ചൊക്കെ പരാതിപ്പെട്ട കൂട്ടത്തിൽ അതും ഒരു അന്വേഷണ വിധേയമാക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സ്വഭാവമുള്ളത് കൊണ്ടാണല്ലോ പാലക്കാട് ഈ ഒരു ജയിക്കുമെന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ പോലും ഇങ്ങനെ കാണിക്കുന്നത്. ശോഭ ഇങ്ങനെ കാണിക്കുന്നത് പണം നൽകുന്നതാണോ എന്ന് ചോദിച്ചാൽ അമ്മൂമ്മയ്ക്ക് പണം നൽകിയെന്നാണല്ലോ ശോഭ പറഞ്ഞിരിക്കുന്നത്. കൊച്ചുമകൾ അമ്മൂമ്മയ്ക്ക് പണം നൽകിയെന്നാണല്ലോ ശോഭ പറഞ്ഞിരിക്കുന്നത്. അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പം എന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളിയെന്നും അത് കണ്ട് സന്തോഷിച്ച് ഈ പാർട്ടിയുടെ അനുയായികളെല്ലാം ആവശ്യമില്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്നും ഇട്ട് സന്തോഷിക്കേണ്ട. ഈ ചിറ്റപ്പന് വെച്ച ചട്ടി അച്ഛനുമുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇതിൽ നിന്ന് ഇതിനെ നേരെയാക്കി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അന്തസ്സായി എന്നാണ് ഈ പാർട്ടിയിലുള്ള മഹിളാ മോർച്ചക്കാരാണെങ്കിലും അതുപോലെ തന്നെ യുവമോർച്ചയാണെങ്കിലും മറ്റുള്ളവരും ചിന്തിക്കേണ്ടത്. ഇത് ഇങ്ങനെ കുറച്ച് നേതാക്കന്മാർ വെറും കൈയോടുകൂടി വന്ന് കോടിപതികളായി മാറിപ്പോകാനുള്ള പ്രസ്ഥാനമല്ല. ഇതിന് വേണ്ടി പ്രവർത്തിച്ച് ഇന്ന് ഒന്നുമല്ലാതെ കഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്ന ധാരാളം പ്രവർത്തകരുണ്ട്. അവരുടെ വേദനകൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് കളഞ്ഞെങ്കിലും ഞാൻ വേറെ എങ്ങും പോകുമെന്ന് നിങ്ങളാരും കരുതണ്ട. ഞാൻ ഇതിൽ തന്നെ നിന്ന് പോരാടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം ചെയ്യാൻ എനിക്ക് സ്വന്തമായിട്ടും ഇതിൻ്റെ ബേസിലും എനിക്ക് കഴിയും. അതിന് എന്നെ ആരും തോൽപ്പിക്കേണ്ടതില്ല.